ഇന്നത്തെ ഈ ചടങ്ങിന്റെ വിശിഷ്ട അതിഥികളായ ഇവിടെ ആദരിക്കപ്പെടുന്ന കുട്ടികൾ, രക്ഷിതാക്കൾ, വായനശാല ഭാരവാഹികളെ, നാട്ടുകാരെ, ആദ്യമായി ഉന്നത വിജയം നേടിയ എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുകയാണ്. അതിൽ ഫുൾ A+ കിട്ടിയ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ +2-നെല്ലാം 1200 മാർക്ക് കിട്ടിയ ആളുകൾ ഇവിടെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, അല്ല നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടാവും. അപ്പൊ എല്ലാരെയും ഞാൻ ഒറ്റ വാക്കിൽ അഭിനന്ദിക്കുന്നു. കാരണം ഇന്നിപ്പം ചില ആളുകൾക്ക് ഫുൾ A+ കിട്ടാതെ പോയത് ചിലപ്പോ ഫുൾ A+ കിട്ടിയ കുട്ടീനെക്കാട്ടും നന്നായിട്ട് പഠിച്ച കുട്ടിയായിരിക്കും ചിലപ്പോ ഫുൾ A+ കിട്ടാതെ പോയിട്ടുണ്ടാവാം. അത് ചിലപ്പോ വന്ന ചോദ്യത്തിന്റെ മാറ്റം കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മളെ വിഷമിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്താൻ പാടില്ല. അപ്പുറത്തെ കുട്ടീനെ കാണുന്നില്ലേ, ഓനെല്ലാം A+ അല്ലേ, എനിക്ക് 2 കുറഞ്ഞിട്ടല്ലേ എനിക്ക് കിട്ടിയത് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തും. ചിലപ്പോൾ അടുത്ത ഘട്ടത്തിൽ, അടുത്ത പരീക്ഷയിൽ ഈ കുട്ടിയായിരിക്കും അതിനെല്ലാം മറികടന്നു കൊണ്ടുവരുന്നത്. നേരത്തെ കുട്ടി കൃഷ്ണൻ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെല്ലാം ഒന്നും പഠിക്കാതിരുന്ന ഒരുപാട് ആളുകൾ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നു, ഈ നമ്മളെ രക്ഷിതാക്കളെല്ലാം കേട്ടിട്ടുണ്ടാവും. നമ്മളോടോ അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിലുള്ള കുട്ടികളോടോ അന്ന് ടീച്ചർ പറഞ്ഞു നീ എല്ലാം എന്തിനേക്ക് വരുന്നെന്ന്. ഇത് നമ്മളെല്ലാം ആ കാലത്ത് കേട്ടതാണ്. അപ്പൊ അന്നെല്ലാം നമ്മൾ സ്കൂളിൽ പോയിരുന്നേ ഉള്ളൂ. ഞാൻ ചൊവ്വാ സ്കൂളിലാണ് പഠിച്ചത്. ചൊവ്വാ സ്കൂളിൽ പോയിരുന്നേ പറയാൻ പറ്റും, പഠിച്ചെന്ന് പറയാൻ പറ്റില്ല. ചൊവ്വാ സ്കൂളിലാണ് പോയത്. അന്ന് കടാശ്ര ഹൈസ്കൂളിലാണ് പോയതെന്നും പറയാം. അപ്പൊ ആടെയാ പഠിച്ചതെന്ന് നമുക്കെന്ന് പറയാൻ പറ്റില്ല. അന്നിങ്ങനെ പോകുന്നു, സ്ഥിരമായിട്ട് സമരം, പിന്നെ അങ്ങനെ കാട്ടിക്കൂട്ടലാണ് അന്നത്തെ പരിപാടി. അന്ന് ടീച്ചർമാർക്കെല്ലാം അത്രയേ ഉത്തരവാദിത്തമുള്ളൂ. പിന്നെ മിക്കവാറും അന്ന് SLC തോറ്റിന്റെ ആടെ പഠനം നിർത്തലാണ്. അപ്പോ നമ്മളിനി കാണേണ്ടത് നേരത്തെ കുട്ടികൃഷ്ണൻ പറഞ്ഞതുപോലെ പഠനത്തിൽ പുറകിലുള്ള ആളുകളെ നമ്മൾ ഒരു കാരണവശാലും കുറ്റപ്പെടുത്താൻ പാടില്ല. നമ്മള് പൂമ്പാറ്റ, എല്ലാവർക്കും അറിയാം, പൂമ്പാറ്റ വളരെ മനോഹരമായ ഒരു ജീവിയാണ് പൂമ്പാറ്റ. ഈ പൂമ്പാറ്റന്റെ ചില ജീവിത ഘട്ടങ്ങളുണ്ട്. ആദ്യം അതെങ്ങനെയാ വരുവാ, പുഴുവായിട്ട് അല്ലെ, എന്ത് പുഴു എന്ന് പറയും. അപ്പൊ ഈ പഠനത്തിൽ അല്ലെ മറ്റു കാര്യത്തിൽ പുറകിലുള്ള കുട്ടീനെ നമ്മൾ ആ ഒരു പുഴുവിന്റെ ഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ട് ആ കുട്ടീനെ നമ്മൾ കുറ്റപ്പെടുന്നത്, ആ കുട്ടിയാണ് പിന്നെ വരുന്നത് പ്യൂപ്പയായിട്ട് മാറുന്നു, പിന്നെ മനോഹരമായ ഒരു പൂമ്പാറ്റയായിട്ട് മാറും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയൊരു കാരണം വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മള് ഈ കുട്ടീന്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു പുറകോട്ടുള്ള അടി നമ്മൾ നോക്കിക്കൊണ്ട് ഒരു കാരണവശാലും വിലയിരുത്താൻ പാടില്ല. അത് അങ്ങനെ തന്നെ ആ രീതിയിൽ കുട്ടിക്ക് പ്രോത്സാഹനം കൊടുക്കുക. കുട്ടിയും ഈ കാര്യത്തിൽ ഒരു വിധത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല. ഫുൾ A+ കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ SLCക്ക് മാർക്ക് കുറഞ്ഞിട്ടെല്ലാം ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ എല്ലാ കൊല്ലം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പത്രത്തിലെല്ലാം കാണുന്നുണ്ട്. അപ്പൊ അത് ഒരിക്കലും നമ്മൾ ആ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. പഠനത്തിന് പുറകോട്ട് പോയ ആളുകളാ അല്ലെങ്കിൽ തോറ്റ ആളുകളെ കൊണ്ട് ഒരു തമാശയായിട്ട് ഇപ്പൊ പറയലുണ്ട്. ഈ ഉന്നത വിജയം നേടി അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയ ഈ കുട്ടിക്ക് ഈ പഠനത്തിന് പുറകോട്ട് പോയ ആളെ കമ്പനിയിൽ ജോലി കിട്ടുന്ന ഒരു തമാശയായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇതിടക്ക് മലേഷ്യയില് കൊലാലംപൂർ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെട്ടു. ഒരു 4 പെൺകുട്ടികൾ അവിടെ മലയാളം പറഞ്ഞു ഈ കൊലാലംപൂർ എയർപോർട്ടിൽ നിന്ന്. അപ്പൊ ഞാൻ അവരായിട്ടാണ് സംസാരിച്ചു. അപ്പൊ അവര് ഉപ്പക്ക് കൊലാലംപൂര് കുറെ ബിസിനസ് ഉണ്ട്. അങ്ങനെ സ്കൂൾ പൂട്ടിയ സമയത്ത് ആടെ പോയിട്ട് ആ വെക്കേഷൻ സ്കൂൾ തുറക്കാൻ പോകുന്ന സമയത്ത് അവർ തിരിച്ചു വരുന്ന സമയമാണ്. എന്നിട്ട് അയാളെ പരിചയപ്പെട്ടു നോക്കുമ്പോൾ അയാൾ 7ാം ക്ലാസ്സിൽ പഠനം നിർത്തിയിട്ട് പോയ ആളാ, കലീൽക്ക, തിരൂരുള്ള കലീൽക്ക. അയാൾ ഇവിടെ ഭയങ്കര കുരുത്തക്കേടാണ്, ഒന്നും പഠിക്കൂല. എന്നിട്ട് ഇയാളെ ഉപ്പാപ്പ എന്ന് മലേഷ്യയിലാണ്. ഇയാളെ മലേഷ്യയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആടുന്ന് ഇയാൾ ഹോട്ടലിൽ പണിയെടുത്തു. അതിനുശേഷം സ്വന്തമായിട്ട് ഹോട്ടൽ തുടങ്ങി. പിന്നെ മറ്റ് പല ബിസിനസ്സുകൾ നടത്തി. ഇപ്പൊ നമ്മൾ തിരൂര് മൊബൈൽ ഫോണും ലാപ്ടോപ്പ് തിരൂര് വില കുറച്ച് കിട്ടും, ചൈനീസ് പ്രോഡക്റ്റുകളെ കിട്ടും നമ്മൾ പറയുന്നില്ല. ഇയാളാണ് ആദ്യമായിട്ട് ചൈനയിൽ നിന്ന് ഇങ്ങനെയുള്ള ചൈനീസ് സാധനങ്ങൾ തിരൂര് മാർക്കറ്റിൽ ഇറക്കിയാണ്. ഇന്ന് അയാൾക്ക് പല രാജ്യങ്ങളിലും അയാൾക്ക് ബിസിനസ് ഉണ്ട്. അയാൾ പറഞ്ഞ ഇന്ന് 150-ലധികം ആൾക്കാർ എന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. 7ാം ക്ലാസ്സിൽ പഠനം നിർത്തിയിട്ട് പോയ കലീൽക്ക, അയാൾ ഇന്ന് വലിയ കോടീശ്വരനാണ്. എന്റെ കൂടെ അന്ന് അയാൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അയാളുടെ നമ്പറിൽ എന്റെ ഇടക്ക് വിളിക്കാനുണ്ടായിരുന്നു ഇപ്പൊ. അപ്പൊ അതുകൊണ്ട്
പഠനത്തിൽ പുറകിൽ പോയ ആളുകൾക്ക് ചിലപ്പോൾ മറ്റു ചില കഴിവുകൾ ഉണ്ടാവും. അപ്പൊ പഠനം എന്ന് പറയുന്നത് നമുക്കിപ്പോ നമ്മളെ ഏൽപ്പിച്ച സിലബസിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഏൽപ്പിച്ചു, നമ്മളതിൽ നന്നായി പഠിച്ചു, നമുക്ക് ഉന്നത മാർക്ക് കിട്ടി, ഫുൾ A+ കിട്ടിയെന്നത് ശരി. അതേപോലെ തന്നെ നമ്മള് PSCന്റെ എല്ലാം ഒരുപാട് ജനറൽ നോളജിന്റെ ചോദ്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നമ്മളെ അറിവാണ്. മറ്റേ നമ്മളെ വിദ്യാഭ്യാസമാണ്, ഇത് നമ്മളെ അറിവാണ്. അതേപോലെ തന്നെ വായനശാലകളിലുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിക്കേണ്ട കാര്യം കുട്ടീഷാട്ടം പറഞ്ഞു, നമ്മൾ പത്രം വായിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതില് നമുക്ക് ജീവിതത്തിന് വേണ്ടുന്നത് ഈ പറയുന്ന വിദ്യാഭ്യാസവും അറിവും അതിന് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടുന്ന തിരിച്ചറിവാണ്. ഉദാഹരണത്തിന് ഇപ്പൊ അടുത്ത ദിവസം ഒരു കുട്ടി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചു. എന്താ സംഭവിച്ചത്? സ്കൂളിന്റെ റൂഫിന്റെ മുകളില് ഇവരെന്തോ അടി കഴിഞ്ഞിട്ട് അവന്റെ ചെരുപ്പ് റൂഫിന്റെ മേലെ എത്തി. കുട്ടി ഇലക്ട്രിക് ലൈനിന്റെ ആ സ്ഥലത്ത് കയറിയിട്ടത് എടുത്തു. എന്താ സംഭവിച്ചത്? കുട്ടിക്ക് അത് അവിടെ കയറാൻ പാടില്ല, എന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് സംഭവിച്ചത്. മറ്റൊന്ന്, ഇപ്പൊ അടുത്ത ദിവസം പത്രത്തിൽ കണ്ടു, എറണാകുളത്തുനിന്ന് ഒരു കാറില് ഗൾഫിലേക്ക് ജോലിക്ക് പോകേണ്ട ഒരാളെയും കൊണ്ട് ഒരു ചെറുപ്പക്കാരെയും കൊണ്ട് ചങ്ങായിമാരെല്ലാം കൂടിയിട്ട് കാറില് കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് എല്ലാരും മദ്യലഹരിയിലോ അല്ലെ മറ്റു MDMA ലഹരിയിലായിരുന്നു. അവര് ഈ വാഹനം മറ്റു പല 7 വാഹനങ്ങളിൽ തട്ടി, പോലീസ് വന്നു, പോലീസ് വണ്ടിക്ക് തട്ടി. എന്നിട്ട് അതിന്റെ ഒരു ടയർ പഞ്ചറായി. ഈ പഞ്ചറായ ടയറും കൊണ്ട് ഒരു ഡിവൈഡറിൽ അടിച്ചിട്ട് അവസാനം അവരെ പോലീസ് പിടിച്ചു. എല്ലാവരും പേരിൽ കേസായി. ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവര് കൂട്ടിക്കൊണ്ടുപോയ ആളടക്കം റിമാൻഡായി, ജയിലിലായി. അപ്പൊ അവന്റെ ജോലി പോയി. ഇവരെല്ലാരും പേരിൽ കേസ് വന്നു. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചെന്നാ ഇവരെല്ലാരും ഭാവി പോയി. അപ്പൊ നമ്മള് ഇത്തരത്തിലുള്ള അനുമോദനം ഏറ്റുവാങ്ങുമ്പോ അല്ല നമ്മൾ ഉന്നത വിജയം കിട്ടി എന്ന് നമ്മൾ പറയുമ്പോ നമ്മൾ മറ്റു പല തെറ്റിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ കണ്ണൂർ കോട്ടയില് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, പുറത്ത് ഒരു കുട്ടി എന്തോ ഒരു ലഹരിയാന്ന് തോന്നുന്നു, എന്തോ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും വേറെ പോലീസുകാരും പോയി നോക്കുമ്പോ ഒരു 50 സഞ്ചി, ഈ സഞ്ചിയില് ഒരു സാധനം എന്താ നിനക്കറിയാം? ഈ സാധനം ഒരു പേസ്റ്റ്, 2 പേസ്റ്റാണ്. ആ പേസ്റ്റ് ഈ സഞ്ചിയിലാക്കിയിട്ട്, അതിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് ഇതിന്റെ ഈ ഗ്യാസ് ഉണ്ടല്ലോ, ഇതിങ്ങനെ പിടിച്ചിട്ട് മൂക്കിന് വെച്ചിട്ട് വലിച്ചു കയറ്റില്ല. അപ്പൊ ഇത് കയറ്റി കഴിഞ്ഞാൽ തലച്ചോറിലെത്തും, നല്ല ലഹരി കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ ഈ കുട്ടീനെ ആണെന്ന് പിടിച്ചു. അവിടെ പോലീസ് ചെക്ക് പോസ്റ്റ് കൊണ്ടുപോയി. ആണെന്ന് ചോദ്യം ചെയ്ത് കൊടുക്കുമ്പോൾ ഇവരാണെന്ന് ഓടി. കാരണം ഇവന് ഈ ലഹരിയിലുള്ളത്. ഓടി നമ്മൾ ബാക്കിൽ ഓടിപ്പോയി പിടിച്ചു. അപ്പൊ ഭയങ്കര കരുത്ത് കാണിക്കുന്നു. നമ്മൾ പിടിച്ചു അവിടെ കൊണ്ടുവന്നു, അവിടെ ഇരുത്തി. എന്നിട്ട് ഇവന്റെ മൊബൈൽ എടുത്തു, ഇവന്റെ വീട്ടിൽ വിളിച്ചു. ഇവന്റെ അമ്മയെ ഫോൺ എടുത്തു. അച്ഛൻ ഗൾഫിലാണ്. അപ്പൊ അമ്മ കരയുന്നു. അമ്മ പറഞ്ഞ്, ഞാനെന്താ വേണ്ട, ഈ കുട്ടീനെ ഇതേപോലെ നന്നായി പഠിക്കുന്ന കുട്ടി, നല്ല അച്ചടക്കമുള്ള കുട്ടീനെ നാട്ടിലെ ക്ലബും പാഠശാലയും എല്ലാം നല്ല പഠനത്തിന്റെ പേരിൽ അനുമോദിച്ച കുട്ടിയാണെന്ന്. എന്നിട്ട് ഈ കുട്ടി ഉന്നത പഠനത്തിന് B.Tech പഠിക്കാൻ വേണ്ടി ചെന്നൈ പോയി. അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്നാണ് ഇങ്ങനെയുള്ള ലഹരിയിലേക്ക് തിരിയുന്നത്. ലഹരിയിലേക്ക് തിരിഞ്ഞത് മാത്രമല്ല, ആടെ കേസ് വന്നു. കുട്ടീനെ ആടുന്ന് കോളേജിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം നാട്ടിൽ വന്നിട്ട് നാട്ടിലിപ്പം വീട്ടിലുമില്ല നാട്ടിലുമില്ല, ഇങ്ങനെ ഈ ലഹരിയായിട്ട് നടക്കലാന്ന് കുട്ടി. അപ്പൊ ആ കുട്ടിക്ക് പറ്റിയതെന്നാ, നന്നായി പഠിച്ചു, നല്ല മാർക്ക് വാങ്ങി, നാട്ടിലെ നല്ല പേരെടുത്തു, നാട്ടുകാരെല്ലാം കുട്ടീനെ ആദരിച്ചു. പക്ഷെ പിന്നീട് സംഭവിച്ചെന്നാ, ആ കുട്ടീന്റെ ലൈഫ് കംപ്ലീറ്റ് പോയി. അന്നാ തിരിച്ചറിവില്ലായ്മയാണ് അവിടെ സംഭവിച്ചത്. അത് വെറും ഒരു ഉദാഹരണം മാത്രമാണ്. ഇന്നിപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മളെ സമൂഹത്തിൽ നടന്നു വരുന്നത് നമുക്കറിയാതെ. അപ്പോ ഈ തിരിച്ചറിവാണ് നമുക്ക് പ്രധാനം. ഒരു കാരണവശാലും നമ്മൾ അത്തരത്തിലുള്ള ലഹരിയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഞാനിങ്ങനെയുള്ള ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ എനിക്കത് കൃത്യമായിട്ട് നിങ്ങളെ മുമ്പിൽ പറയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ നാട്ടില് വളരെ വ്യാപകമായിട്ട് മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, ഇപ്പം 23 കോടിയുടെ കഞ്ചാവാണ് ഇന്നലെ പിടിച്ചത്. അതും പിടിച്ചായിരുന്നു ഒരു പെണ്ണുങ്ങളെ കയ്യിൽ നിന്ന്. ഒരുപാട് കാരിയർമാരായിട്ട് ചെറുപ്പക്കാരത്തി പെൺകുട്ടികള് ഗൾഫ് പോയിട്ടും മലേഷ്യ പോയിട്ടും തായ്ലൻഡിലും പോയിട്ട് കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ്, മറ്റേ MDMA ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അവര് വെറും കാരിയർ മാത്രമാണ്.
ഇപ്പൊ പിടിച്ച ആ പെൺകുട്ടി 3 ദിവസം മുമ്പേ അവർ ഗൾഫിൽ പോയതാണ്. അവർ വെറും കാരിയറായിട്ട് അടന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, കൊണ്ടുവന്ന് കൈമാറുന്നു. അതിന് അവർക്ക് നല്ലൊരു പൈസ കയ്യിൽ കിട്ടും. അപ്പൊ ഈ പിടിച്ചതിലൂടെ എന്തായി? അവരെല്ലാം പോയി. അവർ കേസ് വന്ന് മാത്രമല്ല നാട്ടിലും വീട്ടിലും ഒന്നും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവരെത്തി. കുറെ കാലം അവർ ജയിലിൽ കിടക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ചെറിയ താൽക്കാലിക സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ടും നമ്മളെ കുടുംബത്തിനും നാട്ടിനും എല്ലാം ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഈ നമ്മളെ നാട്ടിൽ കഴിക്കുന്ന മദ്യം, ആ മദ്യത്തിന്റെ പേരെന്താ? നമ്മളെ നാട്ടിലൊരു മദ്യമുണ്ട്. നമ്മളെ നാട്ടിൽ പണ്ട് ഉണ്ടായിരുന്നൊരു മദ്യം എന്നാ? കള്ളാണ്. ബാക്കി ചുവന്ന സാധനത്തിന്റെ പേര് വിദേശ മദ്യം എന്നാണ്. ഫോറിൻ ലിക്കർ ഷോപ്പ്. നമ്മൾ മാഹിയിലോട്ട് പോകുമ്പോ ഇതിനെല്ലാം ഈ ബോർഡിന്റെ മേലെ പേര് കാണാം, വിദേശ മദ്യം അല്ലെങ്കിൽ ഫോറിൻ ലിക്കർ. നമ്മള് ഈ അലോപ്പതി മരുന്ന് വാങ്ങുന്നത്, ആ മരുന്നിന്റെ പേരെന്നാ? ഇംഗ്ലീഷ് മരുന്ന്. ഇംഗ്ലീഷ് മരുന്ന് പേര് വരാൻ കാരണം എന്നാ? ഇംഗ്ലീഷുകാർ നമ്മളെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ഒരു ചികിത്സാ രീതിയുടെ പ്രചരിച്ചു. അവര് തുടങ്ങിയതാണ് ഈ ഇംഗ്ലീഷ് ചികിത്സയും അലോപ്പതി ചികിത്സയും അതേപോലെ തന്നെ ഈ ഇംഗ്ലീഷ് മരുന്നും. ഇന്നും ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പിൽ തന്നെയാണ് നമ്മളിപ്പം അടക്കാടും തോട്ടയിലും പോയി കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിന്റെ മേലെ പേര് കാണാം. അപ്പോ അതുപോലെ തന്നെ ഈ പറയുന്ന വിദേശ മദ്യം എന്ന സാധനം ഇവിടെ പരിചയപ്പെടുത്തിയ സായിപ്പും മദാമിയെല്ലാം അവര് അന്ന് കഴിക്കുന്നത് ഇന്നും കഴിക്കുള്ളൂ. അവരൊരു ഇത്ര എടുത്തിട്ട് അവര് നല്ല ഭക്ഷണമെല്ലാം കഴിക്കുന്നതിന്റെ കൂടെ 1 മണിക്കൂറിൽ എടുത്തിട്ടാണ് അവർ ഇത്രയും കഴിച്ചു തീർക്കുക. നമ്മളെന്ത് ചെയ്യാം? ഒരു 100 കുപ്പി കിട്ടിയാലും ഇനിയുണ്ടോ ചോദിക്കും. എന്നിട്ട് ഛർദ്ദിച്ചിട്ട് അതിൽ കിടന്നാൽ പിന്നെയും ഉണ്ടായാലും പിന്നെയും നമുക്ക് അത് കഴിക്കാൻ തോന്നും. അപ്പോ എന്താണ് മദ്യെന്നോ ഇതെന്റെ ശരീരത്തിൽ എത്തിയാൽ എങ്ങനെ പ്രവർത്തിക്കുന്നോ അതിന്റെ ഫലം എന്താണെന്നോ ഇങ്ങനത്തെ ഒരു ബോധമൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഈ MDMA പോലെയുള്ള അല്ലെങ്കിൽ ലഹരി മുട്ടായികൾ ഇത് UP സ്കൂളിന്റെ അടുത്ത് പോലും എത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ അതിന് അഡിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തിരിച്ചറിവാണ് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. നമ്മളെ പഠനത്തിൽ പുറകോട്ടായാലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് കൂലിപ്പണി എടുത്തിട്ടാലും നമുക്ക് ജീവിക്കാം. പക്ഷെ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നമ്മളെ ശരീരം, നമ്മളെ മനസ്സ്, അതേപോലെ തന്നെ നമ്മൾ പല കേസിലും കുടുങ്ങി കഴിഞ്ഞാൽ നമുക്ക് കൈക്കോട്ട് പണിക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടും. അപ്പൊ അതുകൊണ്ട് തിരിച്ചറിവാണ് വളരെ പ്രധാനം. പിന്നെ മറ്റൊന്ന്, നമുക്കിപ്പം ഈ ഉന്നത വിജയം കിട്ടി നമ്മൾ നല്ല മാർക്ക് വാങ്ങി കുറെ 10 വായനശാലയിൽ നിന്ന് 10 ക്ലബിൽ നിന്നും നമുക്ക് ആദരവെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ രക്ഷിതാക്കൾ വിചാരിക്കും ഓ നല്ല പഠിക്കുന്ന ഓനെ എല്ലാ വായനശാലയിൽ നിന്നും ആദരിച്ചിട്ടുണ്ട്, പിന്നെ ഫുൾ A+ ആണ് എന്നെല്ലാം നമ്മൾ വിചാരിക്കും. പക്ഷെങ്കിൽ കുട്ടിക്ക് ആ സിലബസിൽ കൊടുത്ത കാര്യങ്ങൾ കുട്ടി പഠിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അതിന് പുറകിലുള്ള കാര്യങ്ങൾ, അതിന് ശേഷമുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ കുട്ടി ഷാട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ പത്രം വായിക്കണം. ഞാനെല്ലാം ഇവരെല്ലാം ഈ പ്രായത്തില് നമ്മളെ വായനശാലയില് അന്ന് നമ്മളങ്ങ് എടക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കണ്ണമ്പയത്തൊരു വായനശാലയിൽ വരെ നടന്നിട്ട് പോയിട്ടാണെന്ന് 2-3 പേപ്പർ അന്ന് പരസ്യം വരെ വായിക്കലുണ്ട്. അന്ന് ഇന്ന് ഞാൻ എന്റെ വീട്ടില് 2 പത്രം സ്ഥിരമായിട്ട് വാങ്ങലുണ്ട്. അത് കംപ്ലീറ്റ് രാവിലെ തന്നെ അരിച്ചു പെറുക്കി വായിക്കലുണ്ട്. നേരത്തെ കുട്ടീഷാട്ടൻ ചോദിച്ചു പത്രം വായിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഇപ്പം ഈ ആദരവ് ഏറ്റുവാങ്ങേണ്ട കൂട്ടത്തിൽ? പിന്നെ പത്രം വായിക്കുന്ന ആൾക്കാരൊന്ന് കൈവയ്ക്കാം. ഇല്ല. അതേപോലെ തന്നെ ഇന്നിപ്പം ഈ വായനശാലയുടെ പ്രവർത്തകർ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത് നിങ്ങൾ നാട്ടിന്റെ എല്ലാ കാര്യത്തിലും പിന്നെ പങ്കാളിയാകണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ എത്ര ആളുകൾ ഇന്ന് വന്നിട്ട് ഇരിക്കുന്നതിന് മുമ്പേ ഈ വായനശാലയിൽ വന്നിട്ടുണ്ട്. ഇനി നാളെ എന്തെങ്കിലും ഒരു പരിപാടി വായനശാല നടക്കുമ്പോൾ എത്ര ആളുകൾ വരും? വളരെ അപൂർവം അല്ലെ? ഇവിടെ മാത്രമല്ല, എല്ലാ വായനശാലയിലെയും അവസ്ഥയാണ്. ഇന്നിപ്പം വാങ്ങിയിട്ട് പോയ ആള് അടുത്ത ഞായറാഴ്ച ഒരു പരിപാടി നടക്കുമ്പോൾ ഇതിലോട്ട് പോകുമ്പോ ഇങ്ങോട്ട് നോക്കുക പോലും ചെയ്യാണ്ട് പോകുന്നൊരവസ്ഥയാണ് പൊതുവായിട്ട് കാണുന്നത്. അന്നേരം നമുക്ക് ആടെ പോയാൽ കാണുക തലനരച്ച എന്നെ പോലത്തെയും കുട്ടീഷ് നടറെ പോലത്തെയും രവീനെ പോലെയുള്ള ആളുകളെയാണ് നമുക്ക് അടുത്ത ആഴ്ചയും കാണാൻ പറ്റുക അല്ലെ? അപ്പൊ അത് നമ്മളെല്ലാം അന്ന് നിങ്ങളെക്കാട്ടും ചെറുതായ സമയത്ത് ഇത്തരത്തിലുള്ള നമ്മൾ മിക്കവാറും വായനശാല തന്നെയാണ്. നാട്ടിലെ എന്ത് പരിപാടി ഉണ്ടായാലും അതിലെല്ലാം നമ്മൾ ഭാഗമാക്കാതെ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും നമുക്കറിയാം. ഇതിപ്പം നിങ്ങൾക്ക് ഈ ഒരു പാടിലുള്ള അത്ര ആളുകൾ നിങ്ങൾക്കറിയാം. നമ്മൾക്കെല്ലാം അന്ന് കീർന്ന കടപ്പുറം മുതൽ ഈ മലയാമ്പ് വരെയുള്ള മിക്കവാറും എല്ലാ ആളുകളെയും വീടും പിന്നെ എല്ലാം അറിയാം. ഒരു വീട്ടിൽ 15 ആളുണ്ടെങ്കിൽ 15 ആളുകൾ, ചെറിയ കുട്ടികൾ മുതൽ ആളുകളെ തൊണ്ടി പെണ്ണുങ്ങൾ വരെ എല്ലാരെയും നമുക്കറിയാം.
അവർക്കെല്ലാം നമ്മളെ അറിയാം, ഏത് വീട്ടിലെ കുട്ടിയാന്ന് എന്താണെന്നെല്ലാം അവർക്കും അറിയാം, എല്ലാം പരസ്പരം അറിയാം. ഇന്നിപ്പോ ആർക്കും പരസ്പരം അറിയില്ല, പിന്നെ കണ്ടാ മിണ്ടൂല അല്ലെ. ഇതിപ്പോ പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുന്ന ഒരവസ്ഥ പൊതുവായിട്ടില്ല. ഇടന്നല്ല, കേരളം മൊത്തം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നാടുമായിട്ട് ഒരു ബന്ധമില്ല, നാട്ടിലൊരു പരിപാടിയിലും പങ്കെടുക്കുന്നില്ല. അത് മാറിക്കൊണ്ട് നിങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളിലും സജീവമായിട്ട് നിൽക്കണം. അത് നമ്മളെ ഒരു കടമയാണത്. അത് നമുക്ക് തന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നാട്ടുകാരെല്ലാം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നാട്ടിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് പിന്നെ ബൈക്ക് ഓടിക്കുന്ന എല്ലാവർക്കും ഒരു പിന്നെ 18 വയസ്സാകുമ്പോൾ ലൈസൻസ് എടുക്കണം. പിന്നെ ഉടനെ ഒരു ബൈക്ക് വാങ്ങണം. ബൈക്ക് ഏതാണ്? 3 ലക്ഷത്തിന്റെ 4 ലക്ഷത്തിന്റെ എല്ലാം ബൈക്ക്. ഞാൻ സ്ഥിരമായൊരു ബൈക്കില് യാത്ര ചെയ്യുന്ന ആളാണ്. പല സ്ഥലത്തും കണ്ണൂർ ജില്ല, കണ്ണൂരിന്റെ പുറത്തു വല്ല സ്ഥിരമായിട്ട് വണ്ടി എടുത്തിട്ട് പോകുന്ന ആളാണ്. ഇന്നിപ്പോ ഈ പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് നെല്ലിക്കപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ എനിക്കിപ്പം പോകാനുണ്ട്. അപ്പൊ അത് എല്ലാം ഞാൻ ഈ വണ്ടി എടുത്തിട്ടേ പോവാം. പക്ഷെ ഈ ചെറുപ്പക്കാര് വണ്ടി 4 ലക്ഷത്തിന്റെ വണ്ടി കിട്ടി കഴിഞ്ഞാല് ഇവിടുന്ന് ഉറപ്പിച്ച് അവരെടുത്ത് പോകണമെങ്കിൽ അതിന്റെ മാക്സിമം സ്പീഡിലാണ് പോകുന്നത്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അമിത വേഗത തന്നെയാണ് അതിന്റെ ഒരു 99% കാരണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള വാഹനങ്ങള് നമ്മുടെ ചെറുപ്പത്തിൽ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ 4 വയസ്സിനടുത്ത് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു ബൈക്ക് ആക്സിഡന്റില്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ദിവസേന നമ്മുടെ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അമിത വേഗത നമുക്ക് ആരും കാണിച്ചിട്ട് ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാനുള്ളത് നല്ലത്. വളരെ അപകടം പിടിച്ച സാധനം, 2 വീലേ ഉള്ളൂ, ഏത് സമയത്ത് അപകടം പറ്റാം. അപ്പൊ അതിന് നമുക്ക് സ്പീഡ് കുറച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാല് പരമാവധി നമുക്ക് നമ്മളെ സ്വയം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. അപകടമില്ലാതെ നമുക്ക് പോയി തിരിച്ചു വരാൻ പറ്റും. നമ്മളിപ്പോ സ്പീഡിൽ പോയിട്ട് ഒരു 5 മിനിറ്റ് ലാഭിച്ചതിനെ കൊണ്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല. ഇവിടുന്ന് സ്പീഡിലേക്ക് പോയിട്ട് 5 മിനിറ്റ് നേരത്തെ കണ്ണൂരെത്തിട്ട് എന്താ കാര്യം? അതേസമയം പോകുന്ന വഴിക്കടിയിൽ വീണിട്ടെന്തെങ്കിലും പറ്റിയാലോ ഈ സ്പീഡ് കൊണ്ട് തന്നെ ഒന്നിക്കലും മരണത്തിലേക്ക് ഗുരുതരമായ പരിക്കാൻ സംഭവിക്കുന്നത്. എത്രയോ ആളുകൾ, എത്രയോ ചെറുപ്പക്കാരങ്ങനെ കിടക്കുന്നുണ്ട്, എത്രയോ ചെറുപ്പക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഹെൽമെറ്റ് ഇടൂല, 3 ആള് പോകും. അങ്ങനെയുള്ള ഈ നിയമമെല്ലാം നമുക്ക് ഈ ഹെൽമെറ്റ് ഇടണമെന്ന് പറയുന്നത് നമുക്ക് അപകടത്തിന്റെ ആഘാതം കുറക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഹെൽമെറ്റ് ഇടൂല. ഇത് പോലീസ് പിടിച്ചിട്ട് 100 രൂപ ഫൈൻ അടക്കാൻ പിന്നെ ഫൈൻ അടക്കുന്നതുകൊണ്ടല്ല, ഇത് അവനവന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാ നിയമങ്ങളും നമുക്ക് ഓരോ ആൾക്കാർക്കും ഗുണം ചെയ്യുന്ന രീതിയിലുള്ള നിയമങ്ങൾ പിന്നെ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ ആ നിയമങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പാലിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ ആരെയും കണ്ണുപൊടിയിട്ട് നമുക്കതൊക്കെ ചെയ്യാനുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് നിയമം നമ്മൾ നിർബന്ധമായിട്ട് പാലിക്കുക. ഈ പറഞ്ഞ വാഹനങ്ങൾ നമ്മൾ പരമാവധി വേഗത കുറച്ചിട്ട് നമ്മൾ ഓടിക്കുക. പിന്നെ കാറിന്റെ എല്ലാം ഫുൾ ലൈറ്റ് ഇട്ടും കൊണ്ട് മറ്റവന്റെ പിന്നെ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ 6, 8 എല്ലാം ലൈറ്റ് ഇട്ടിട്ടെല്ലാം പിന്നെ പോകുന്ന ഒരുപാട് കാറ് നമുക്കിത് കാണാൻ പറ്റും. ഇപ്പോൾ ഡ്രൈവിങ്ങിലൊന്നും ഒരു മര്യാദ ഇല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കുണ്ടാകേണ്ട ഒരു തിരിച്ചറിവ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നമുക്ക് ദോഷം ചെയ്യുന്ന, ഇന്ന് മിക്കവാറും നമ്മൾ ഓർഡർ കൊടുത്തിട്ട് പാക്കറ്റ് പൊളിച്ചിട്ട് തിന്നുന്നൊരവസ്ഥയുണ്ട്. അത് എന്തെല്ലാന്ന് അതിൻ്റെ അകത്ത് ചേർത്തിനെന്നോ അത്ര പഴക്കമുള്ളതാണെന്നോ അത് നമ്മളൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെങ്കിൽ അത് എത്രമാത്രം നമുക്ക് ഗുണം ചെയ്യും ദോഷം ചെയ്യുന്നുള്ള നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നുള്ളത് ആദ്യം നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ്, ഇപ്പൊ മിക്കവാറും പിന്നെ കുട്ടികൾ, ഞാൻ ആരെയും ഉപദേശിക്കുന്നല്ല, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണമെന്നും പറയുന്നില്ല. പക്ഷെ അതിനകത്തുള്ള തിരിച്ചറിവിനെ വേണ്ടി ഞാൻ പറയുന്നതാണ്, ഈ പ്രായമുള്ള ലേഡീസ് എല്ലാം ചെറുപ്പം മുതൽ ഈ ഒരു സമയം വരെ, അല്ലെങ്കിൽ അമ്മമാരായിട്ടുള്ള ആൾക്കാരെല്ലാം ഈ ഒരു സമയം വരെ എല്ലാ ദിവസവും തലയിൽ എന്തെങ്കിലും വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒരു ഓയിൽ തേച്ചിട്ട് കുളിക്കുന്ന ആൾക്കാരാ അല്ലെ. അതേസമയം ഇപ്പൊ എന്നാ മുടി സ്ട്രെയിറ്റൻ ചെയ്തിട്ട് ഒരിക്കൽ പോലും ഒരു ദിവസം പോലും വെളിച്ചെണ്ണ തേക്കാണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ കാണാൻ നല്ല സ്റ്റൈൽ ഉണ്ടാവും. കുറച്ചു കഴിഞ്ഞാല് ഇത് തലയെ ബാധിക്കും, ചിലപ്പോൾ മുട്ടയോ അല്ലെങ്കിൽ മറ്റൊന്നും അസുഖം വരും. അപ്പൊ ഈ തലയിൽ എണ്ണ തേക്കുന്നത് നമ്മളെ ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ മുഖത്ത് വാരി തേക്കുന്ന ഒരുപാട് കോസ്മെറ്റിക്സ്, ഇതെന്താണ്? ഇത് മിക്കവാറും എല്ലാം കെമിക്കലാണ്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല വാങ്ങിട്ട് ഉപയോഗിക്കുന്നത്. ഏറ്റവും വില കുറഞ്ഞ എന്തെല്ലോ സാധനങ്ങൾ. ഞാൻ ഇതൊക്കെ മൈസൂരിൽ ടൂർ പോയ സമയത്ത് മൈസൂർ പാലസിന്റെ അടുത്ത്
കുറെ കുട്ടികളെ കണ്ടു, എല്ലാം ഇങ്ങനെ ലിപ്സ്റ്റിക് ഇടുന്ന ഇത്ര വരെയും ഭാര്യയിട്ടിട്ട്. ഏതോ ഒരു കുട്ടി UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഏതോ ഒരു കുട്ടി കുറച്ച് എന്തോ ഒരു പൊടി കൊണ്ട് എന്നിട്ട് എല്ലാവർക്കും കൊടുത്തു. ഇത് കണ്ണാടിയിലൊന്നും നോക്കാണ്ട് ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് കളിക്കുന്ന കണ്ടു. അപ്പൊ ഇതെന്താ സാധനം? ഈ സാധനം ഇതിന്റെ പകുതി മുക്കാലും നമ്മളെ ഉള്ളിലേക്ക് പോകും. ഇത് പോയി കഴിഞ്ഞാൽ എന്താ? കണ്ണൂർ ബസ് സ്റ്റാൻഡ് എടുത്താൽ ഇപ്പുറം തിരിഞ്ഞു നിന്നിട്ട് മൊബൈലിനകത്ത് നോക്കിയിട്ട് പിന്നെയും ഇത് വാരിത്തേക്കും. ഈ 3-4 സാധനം നമ്മളെ ബാഗിൽ വെച്ചിട്ടാണ് ഈ ഫോണെടുത്തെല്ലാം പോകുന്നത്. അപ്പൊ ഈ സാധനം എല്ലാം പോകുന്നടിയാണ് നമ്മളെ ഉള്ളിലേക്കാണ്. ഇത് നമുക്ക് ആരോഗ്യത്തിന് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ് ഇത്. അതേപോലെ നമ്മളെ മുഖത്ത് വാരിത്തേക്കുന്ന ഈ സാധനങ്ങള്, ഈ പറഞ്ഞ സ്ട്രെയിറ്റൻ ചെയ്യുന്ന സംഭവങ്ങള്. അപ്പൊ അതെല്ലാം കൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ അയാളെങ്ങനെ അങ്ങനെ പറയാം? ഇതിപ്പം ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണീയ സംസാരമുണ്ട്. എന്റെ ശരീരം ഞാനെന്ത് ധരിക്കണം, ഞാനെന്ത് ചെയ്യണം, ഞാനെന്ത് തിന്നണം, എന്റെ മുഖത്ത് എന്ത് തേക്കണം, അത് എന്റെ ഇഷ്ടമാണ്, അത് ഞാൻ തീരുമാനിക്കണ്ടേ? അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. പക്ഷെങ്കിൽ അതിന്റെ ശരിയെന്താന്ന് തെറ്റെന്താന്ന് ഒരു തിരിച്ചറിവുണ്ടാകണം എന്നുള്ള മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അത് നമുക്കായാലും നമ്മളെ വീട്ടിനായാലും നമ്മളെ സമൂഹത്തിനായാലും നമ്മളെ രാജ്യത്തിനായാലും എല്ലാം ഗുണം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആയിരിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിലെല്ലാം പറയാനുള്ളൂ. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. അപ്പോ ഈ ഒരു പരിപാടിയിൽ ഇവിടെ ഈ അനുമോദനം ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തിയ എല്ലാവരും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. അതേപോലെ തന്നെ ഇവർക്ക് ഈ ഒരു അനുമോദന ചടങ്ങ് ഒരുക്കിയ വായനശാല ഭാരവാഹികളെയും ഇതിനൊപ്പം ചേർന്ന് നിൽക്കുന്ന നാട്ടുകാരെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾക്കൊരു ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ക്ലാസ് പോലെ. നിങ്ങൾക്ക് എത്രത്തോളം ഇംഗ്ലീഷ് പരിജ്ഞാനം ഉണ്ട്? 4 SLC +2 ഡിഗ്രിയിലുള്ള കുട്ടികളുണ്ടല്ലോ ഇവിടെ. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി. ഇതില് ഇന്നിപ്പോ അനുമോദനം ഏറ്റുവാങ്ങാൻ വന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ വന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ആൾക്കാരുള്ളത് കൈവയ്ക്കാം. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ആൾക്കാരെ കൈവയ്ക്കാം. അതിന് +2 കഴിഞ്ഞ ആൾക്കാർ ഇംഗ്ലീഷ്, അതായത് LKG മുതൽ +2 വരെ പഠിച്ചിട്ട് ഇവിടെ നിന്ന് എത്തിയ ആൾക്കാരൊന്ന് കൈവയ്ക്കാം. ഇങ്ങനെ നോക്ക്. SLC കഴിഞ്ഞ ആൾക്കാരോ? ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആൾക്കാരാ കൂടുതൽ. ഇംഗ്ലീഷിൽ നല്ല ഉന്നത മാർക്ക് കിട്ടിയ ആൾക്കാരെല്ലാം ഇംഗ്ലീഷിൽ നല്ല മാർക്ക്. പിന്നെ യെസ്, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരെല്ലാം ഒന്ന് കൈവയ്ക്കാം. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്റെ കുട്ടി നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണെന്ന് പറയുന്ന രക്ഷിതാക്കളും കൈവയ്ക്കുക. എന്റെ കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, അവരുടെ രക്ഷിതാക്കളെ കൈവന്നിട്ടുണ്ട്. ഞാനിനി ഈ നമുക്ക് ഇംഗ്ലീഷിൽ ഇപ്പം ഒരു +2 വരെ എത്തിയ കുട്ടിയെ LKG അത് ചേർന്നെങ്കിൽ 14 കൊല്ലം പഠിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടിരിക്കുന്നത്. 14 കൊല്ലം പഠിച്ച കുട്ടിയാണ് ഈ അനുമോദനം ഏറ്റുവാങ്ങുന്നത്. അല്ലെങ്കിൽ SLC 12 കൊല്ലോ 10 കൊല്ലോ പഠിച്ച കുട്ടികളാണ് ഇവിടെ ഇപ്പം ഉള്ളത്. ഇത്രയും കൊല്ലം നമ്മൾ പഠിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി എന്ത് കിട്ടിയില്ല എന്നുള്ളത് കുട്ടികൾക്ക് സ്വയം മനസ്സിലാകാനും കുട്ടികളെ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തുകൊണ്ട് സ്കൂളിലേക്ക് അയക്കുന്ന അല്ലെങ്കിൽ ട്യൂഷൻ അയക്കുന്ന രക്ഷിതാക്കൾക്ക് എന്റെ കുട്ടിക്ക് എന്ത് കിട്ടി അല്ലെങ്കിൽ എന്ത് കിട്ടിയിട്ടില്ല എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഞാൻ ഒരു സിമ്പിൾ ഒറ്റ കാര്യം ചോദിക്കാം. ഞാൻ കണ്ണൂരിലേക്ക് പോവുകയാണെന്ന് എങ്ങനെ പറയാം? ഞാൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും അറിയാം, ഇവിടെയുള്ള കുട്ടീന്റെ അമ്മമാർക്കും അമ്മമ്മക്കും എല്ലാം അറിയാം. ഞാൻ പോവുകയാണെന്ന് എങ്ങനെ അറിയാം? എങ്ങനെയാ? ഐ ആം ഗോയിങ് അല്ലെ? എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ ഈ വന്നതില് ഈ ഒരു 10-50-60 ആളുണ്ടെങ്കിൽ 60 ആൾക്ക് അറിയുന്നതാണ് ഞാൻ ചോദിച്ച എന്റെ ഉത്തരം അല്ലെ? അത് ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ.
നീ ഇന്ന് പാഠശാല പരിപാടിക്ക് പോയില്ല എങ്ങനെ ചോദിക്കുക? നീ ഇന്ന് പാഠശാല പരിപാടിക്ക് പോയില്ല. ഇപ്പൊ ഇവിടുന്ന് അറിയിക്കാൻ സാധാരണ നമ്മൾ പറയുന്നതാണ് നീ ഇന്ന് പാഠശാല പരിപാടിക്ക് പോയില്ല. എങ്ങനെ പറയാം? ആൾക്കറിയില്ലേ? അറിയില്ല. അറിയില്ല. അതിന് പറയണ്ട. കാരണം സംസാരം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളിന്ന് പാഠശാല പരിപാടിക്ക് പോയിട്ടില്ലെന്ന് ചോദിക്കുമ്പോ അത് ചെറിയ സമയം കൊണ്ട് നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിപ്പം ഈ കുട്ടിയൊക്കെ ആർക്കും അറിയില്ല അല്ലേ? ഞാൻ പോകാറുണ്ട്. എങ്ങനെയാ പറയാ? ഞാൻ പോകാറുണ്ട്. അറിയണ്ട. ഞാനിത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിന്റെ സിലബസ് ഒന്നും എടുത്തിട്ട് ചോദിക്കുന്നില്ല. നമ്മള് സാധാരണ നമ്മള് വീട്ടിൽ നിന്ന് നമ്മള് 100 പ്രാവശ്യം പറയുന്ന കാര്യം അല്ലേ? അറിയില്ല. തെറ്റാണെങ്കിലും പറ. അറിയില്ല. ഞാനൊരു ഡോക്ടറല്ലേ? ഞാനൊരു ഡോക്ടറല്ലേ? ഞാനൊരു ഡോക്ടറല്ലേ? എങ്ങനെയാ? മഴ പെയ്യുന്നില്ലേ? മഴ പെയ്യുന്നില്ലേ? മഴ പെയ്യുന്നില്ലേ? മഴ പെയ്യുന്നുണ്ടെന്ന് എങ്ങനെയാ പറയാം? മഴ പെയ്യുന്നുണ്ട് എങ്ങനെയാ പറയാം? വളരെ എളുപ്പമാണെന്ന് പറയടോ. മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ അറിയാം. പറഞ്ഞോ? തെറ്റിക്കോട്ടെ. പറഞ്ഞോ? തെറ്റിക്കോട്ടെ. പറഞ്ഞോ. പറയേ. കേൾക്കുന്നില്ല. ഇവിടെ കേൾക്കണ്ടേ? ഇപ്പൊ ഞാൻ പറയുന്ന നിങ്ങൾ അങ്ങോട്ട് കേൾക്കുന്നില്ലേ? മൈക്കിലാണ് ഞാൻ പറയുന്നത് കേൾക്കും അല്ല? ആ പറയേ. അന്നാണ് ഇങ്ങനെ തപ്പിക്കളിക്കുന്നത്. ആ പറയാനുള്ളൊരു വിശ്വാസക്കുറവല്ലേ കാണുന്നത്? ആ ഇറ്റ് ഈസ് റൈനിങ് അല്ല, ഇറ്റ്സ് റൈനിങ്. ഇറ്റ്സ് റൈനിങ്. മഴ പെയ്യുന്നില്ലെന്ന് എങ്ങനെ പറയാം? ഈസ് ഇറ്റ് റൈനിങ്? മഴ പെയ്യുന്നുണ്ടോന്നാണ്. മഴ പെയ്യുന്നില്ലേ? മഴ പെയ്യുന്നുണ്ട് അല്ലേ എന്നത്. ഈസ് ഇറ്റ് റൈനിങ്? ഈസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നുണ്ട് അല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്. മഴ പെയ്യുന്നില്ലേ എന്നാണ്. നമ്മൾ എന്തെല്ലാം മലയാളത്തിൽ പറയുന്നുണ്ടോ അതെല്ലാം അതേപോലെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഈസ് ഇറ്റ് റൈനിങ്? ഈസ് ഇറ്റ് റൈനിങ് ആണ്. മഴ പെയ്യുന്നില്ലേ? ഇത് എന്റേതാണ്. എങ്ങനെ പറയാം? ഇത് എന്റേതാണ്. പറഞ്ഞോ? ഇറ്റ്സ് മൈ. യെസ്, കറക്റ്റ്. ഇത് എന്റേതല്ലേ? ഇത് എന്റേതല്ലേ? ഇത് എന്റേതല്ലേ? ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇതില് ഈടെ ഇരിക്കുന്ന ആൾക്കാർ എല്ലാരും, ഇതിനകത്ത് ബംഗാളികളൊന്നും ആരും ഇല്ലാതെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇല്ല. എല്ലാം നമ്മളെ ഈ നാട്ടുകാരേ ഉള്ളൂ. എല്ലാവരും മലയാളം സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരേ ഉള്ളൂ അല്ലെ? മലയാളം സംസാരിക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടായ? ആരുമില്ല. എല്ലാവരും മലയാളം സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരാണ്. നിങ്ങള് എവിടെ പോയിട്ടാ നിങ്ങൾ മലയാളം പഠിച്ചത്? മലയാളം സംസാരിക്കാൻ പഠിച്ചത് എവിടെ പോയിട്ടാ? എവിടുന്നാ പഠിച്ചത്? വീട്ടിൽ നിന്ന്. എപ്പം പഠിച്ചു? സ്കൂളിൽ പോകുന്നതിന് മുമ്പേ പഠിച്ചു. സ്കൂളിൽ ചേരുന്നതിന് മുമ്പേ പഠിച്ചു. അരിയിൽ എഴുതുന്നതിന് മുമ്പേ പഠിച്ചു അല്ല? അരിയിൽ എഴുതുന്നതിന് മുമ്പേ പഠിച്ചു, അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ ചേരുന്നതിന് മുമ്പേ പഠിച്ചു, അല്ലെങ്കിൽ LKG ചേരുന്നതിന് മുമ്പേ നമ്മള് മലയാളം എല്ലാം പറയാൻ പഠിച്ചു. എന്നാലും നമുക്ക് ഏതെങ്കിലും അറിയാത്തില്ല. നമ്മൾ ചെറിയ കുട്ടീനെല്ലാം നമ്മൾ 1 വയസ്സുള്ള കുട്ടീനെല്ലാം നമ്മൾ പലതും പറഞ്ഞു പഠിപ്പിക്കലുണ്ട്. എന്നാലും പഠിപ്പിക്കേണ്ടത് ഘട്ടം ആണോ? അല്ല. എല്ലാം പഠിച്ചു. നമ്മൾ ഒരു സ്കൂളിൽ പോയിട്ടുമല്ല, ഒരു കോളേജിൽ പോയിട്ടുമല്ല, ഒരു ഗ്രാമർ പഠിച്ചിട്ടുമല്ല അല്ലേ? ഗ്രാമർ, ഒരു ഭാഷ സംസാരിക്കാനും ഗ്രാമർ പഠിക്കണ്ട. എത്ര ഭാഷയുണ്ട് ലോകത്തിൽ? എത്ര ഭാഷയുണ്ട് ലോകത്തില്? ഇപ്പൊ നിലവിൽ എത്ര ഭാഷയുണ്ട്? കുറെ ഭാഷ ഇല്ലാണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ എത്ര ഭാഷയുണ്ട്? എത്രയുണ്ട്? എനിക്കറിയാം. ഏകദേശം എത്രയുണ്ടാവും? ഏകദേശം എത്രയുണ്ടാവും? ഏകദേശം 10? എത്ര?
ഉണ്ട് ആ മുകളിൽ ആ യെസ്. അതായത് ഇന്ത്യയില് ഓരോ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷയിൽ അംഗീകരിച്ച് 22 ഭാഷകളുണ്ട്. പിന്നെ ലോകത്തില് 300 അതിന്റെ കൂടെ പിന്നെയും 0 ആരും ആവൂല, അതിന്റെ ഒരു ഇരട്ടി വരും. അതായത് 7000 ചില്ലറ ഭാഷകൾ ഇന്ന് നിലവില് വേൾഡിലുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ അറിയാം. ഹൗ മെനി ലാംഗ്വേജസ് ഇൻ ദ വേൾഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ 7100 ഭാഷകള് ഇപ്പൊ നിലവിലുണ്ട്. ഇന്ത്യയില് 400 ചില്ലറ ഭാഷ ഇപ്പോൾ ഉണ്ട്. 600 ചില്ലറ ഉണ്ടായി. കുറെ ഗോത്ര ഭാഷകളെല്ലാം ഇപ്പൊ ഇല്ലാണ്ടായി, സംസാരിക്കുന്ന ആളുകളൊന്നും ഇല്ലാണ്ടായിട്ട് 450 ഭാഷക്കാർ ഇന്ന് ഇന്ത്യയിലുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന രാജ്യം എന്നറിയാം, പപ്പുവ ന്യൂ ഗിനിയ എന്ന് പറയുന്ന രാജ്യത്ത് 840 ഭാഷകളുണ്ട്. അതെല്ലാം ഈ ഗോത്ര ഭാഷകൾ. കംപ്ലീറ്റ് ദ്വീപ് രാജ്യം, ചെറിയ ചെറിയ ദ്വീപുകളുള്ള ഒരുപാട് ദ്വീപുള്ള രാജ്യമാണ് ഈ പപ്പുവ ന്യൂ ഗിനിയ. നമ്മളിപ്പോ ഈ മലേഷ്യൻ മരം വരുന്നതെന്നെല്ലാം പറഞ്ഞില്ല, അത് മലേഷ്യൻ അല്ല. യഥാർത്ഥത്തിൽ ആ മരം വരുന്നത് പപ്പുവ ന്യൂ ഗിനിയ എന്ന് പറയുന്ന പിന്നെ ഒരു ദ്വീപ് രാജ്യമാണ്. അവിടെ കംപ്ലീറ്റ് കാട്, ഈ ദ്വീപിലെല്ലാം ഒരുപാട് എത്രയോ പിന്നെ വർഷങ്ങളായിട്ടുള്ള മരങ്ങളെല്ലാം നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ നമുക്ക് ഈ മരം വരുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഭാഷകളുള്ളത്. രണ്ടാമതുള്ളത് ഇന്തോനേഷ്യയിൽ 700 ചില്ലറ ഭാഷകൾ ഇന്തോനേഷ്യയിലുണ്ട്. ഇന്ത്യയിൽ 400 ചില്ലറയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ആഫ്രിക്കയിലെല്ലാം കണ്ടമാനം ഭാഷകളുണ്ട്. അപ്പൊ അങ്ങനെ 7100 ഭാഷകൾ ഇന്ന് നിലവില് ലോകത്തിൽ സംസാര ഭാഷയായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ 7000 ചില്ലറ ഭാഷകളുള്ളതില് നമുക്ക് എന്തിനാ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു? വേറേതെങ്കിലും ഭാഷ നമുക്ക് പഠിച്ചാൽ പോരെ? ഞാൻ ഈ കണക്ക് KP വിദ്യാടൻ, നമ്മളെ മുമ്പത്തെ പഞ്ചായത്ത് മെമ്പർ KP വിദ്യാടന്റെ വീട്ടിൽ പോയ സമയത്ത് വിദ്യാടന്റെ മോന്റെ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, നിങ്ങൾക്ക് അറിയുന്ന കുട്ടിയായിരിക്കും, അതെന്ന് പറഞ്ഞു കുട്ടി ജപ്പാൻ ഭാഷ പഠിക്കുന്നുണ്ട്. കുട്ടി ഓൺലൈനില് കുട്ടീനെ സ്വന്തം താല്പര്യം, ആരും പറഞ്ഞിട്ടല്ല, ആരും പഠിപ്പിച്ചതല്ല, ഓൻ സ്വയം ഒരു ജപ്പാൻ ഭാഷ പഠിക്കണം തോന്നിയിട്ട് വരുമ്പോ ജപ്പാൻ ഭാഷ പഠിക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയൊരാളാണിവേ എന്ന് പറഞ്ഞ് ഞാനതിന്റെ ഓനായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു നീ അത് പഠിക്ക്, പിന്നെ അതൊക്കെ ജപ്പാനിലുള്ള ആൾക്കാർ ടൂറിസ്റ്റ് ആയിട്ട് ഇവിടെ വരലുണ്ട്, നീ പിന്നെ ഭാഷ പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജപ്പാൻകാരത്തിനെ കൂട്ടിന്റെ വീട്ടിൽ കൂട്ടിയിട്ട് വരുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് കുറച്ചൊന്ന് ഉഷാറായിട്ട് ഞാൻ പിന്നെ കൂട്ടിക്കൊണ്ടുവരും. അപ്പോ എന്തിനാ നമ്മള് ഇംഗ്ലീഷ് എന്തിനാ? നമുക്ക് പറയുന്ന പാട്ട് സ്പാനിഷോ അല്ലെങ്കിൽ ഫ്രഞ്ചോ ജർമ്മനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഈ കുട്ടി പഠിക്കുന്ന പോലെ ജപ്പാൻ ഭാഷയോ അല്ലെങ്കിൽ തെലുങ്കോ, എന്തിനാ നമ്മൾ ഈ പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യം ബ്രിട്ടീഷ് നാട്ടിൽ ഇപ്പോഴെന്ന് പറഞ്ഞത്? എന്തിനാ? അതൊരു ലോക ഭാഷയായിട്ട്, ഒരു കമ്മ്യൂണിക്കേറ്റീവിന്റെ ലോക ഭാഷയായിട്ട് പിന്നെ ഈ ബ്രിട്ടീഷുകാർ ഒരുപാട് രാജ്യങ്ങളിൽ ഭരണം നടത്തിയിട്ട് അവരുടെ ഭാഷ പല പിന്നെ രാജ്യങ്ങളിലും പ്രചരിച്ചു. അങ്ങനെ അത് നമുക്കൊരു പിന്നെ ലോക ഭാഷയായിട്ട് നമുക്ക് പിന്നെ വന്ന ഒരു അവസ്ഥയിലായതുകൊണ്ട് നമുക്കത് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ആൾക്കാർക്ക് അറിയുന്നത് കൊണ്ട് അത് കമ്മ്യൂണിക്കേഷന് അത്യാവശ്യമാണ്. ഇനിയിപ്പം ഈ +2 കഴിഞ്ഞ കുട്ടി ഇനി നേരെ പോണ്ടത് മംഗലാപുരത്തോ ബാംഗ്ലൂരോ ഹൈദരാബാദിലോ ആണ് ഇനിയിപ്പം മറ്റ് ഹയർ സ്റ്റഡീസിന് കൊണ്ടത്. ആള് എത്തുമ്പോ അത് മനസ്സിലാവുക ഈ പറഞ്ഞ പോലെ എല്ലാം ബബ്ബയോ ആടെ ഉണ്ടാവും. പഞ്ചാബിൽ നിന്നുള്ള കുട്ടിയുണ്ടാവും, ബംഗാളിൽ നിന്നുള്ള ഉണ്ടാവും, പിന്നെ കാശ്മീരിൽ നിന്നുള്ള കുട്ടിയുണ്ടാവും, കേരളത്തിലുള്ള കുട്ടിയുണ്ടാവും. അന്നേരമാണ് ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം ഇതുവരെ നമുക്ക് പഠിക്കാത്തത്, അല്ല നമുക്ക് സ്കൂളിൽ നമുക്ക് എന്ത് കിട്ടി എന്ത് കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. അപ്പൊ പിന്നെ ഞാനിപ്പോ ചോദിച്ച വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല. നമുക്ക് 1200 മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഫുൾ A+ കിട്ടിയിട്ടുണ്ട്, ഇടുന്ന മൊമെന്റോ കിട്ടിയിട്ടുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ വേണ്ടത് കിട്ടിയിട്ടില്ല. ഇനി നിങ്ങൾ SLC തോറ്റു പോലും, നിങ്ങൾ 7ാം ക്ലാസ് ആയി പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷൻ ആയിരിക്കും ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനുള്ള കഴിവ്. ഞാൻ പറഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു പിന്നെ ബിടെക് കഴിഞ്ഞിട്ട് ഈ ബിടെക്കിന്റെ അവസ്ഥ പറഞ്ഞാല് ഇപ്പൊ എല്ലാവരും ബിടെക്കിന് പോയിട്ട് തോക്കുന്ന ആളുമില്ല, എല്ലാവരും പാസ്സാകുന്നുണ്ട്. ഇതിന്റെ ഒരു കണക്ക് വന്നു കഴിഞ്ഞല്ലോ, പിന്നെ ബിടെക് കഴിഞ്ഞിട്ടുള്ള ആളുകള് ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ആളുകള് 7% മാത്രമേ ഉള്ളൂ എന്നൊരു കണക്ക്. എല്ലാവർക്കും കടലാസ് കൈമലുണ്ട്, ബിടെക്കിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവര് ജോലി ചെയ്യാൻ പ്രാപ്തരല്ല. അപ്പൊ നമുക്ക് അതല്ലെങ്കിലും അതിന്റെ കൂടെ നമ്മൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണെങ്കിൽ നമുക്ക് ജോലി കിട്ടും. ഒരു ഇന്റർവ്യൂ നമ്മൾ പങ്കെടുക്കുന്നു, ജസ്റ്റ് ബിടെക്കിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമ്മൾ നല്ല ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്,
വേറൊരാൾക്ക് ബിടെക്കും എംടെക്കും പിന്നെ വേറെ കുറെ ക്വാളിഫിക്കേഷനിലുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് 0 ആണ്. ആരെയാണ് അവര് ആ കമ്പനിക്ക് താല്പര്യമുണ്ടോ? നമ്മളിപ്പോ ഒരു ഹുണ്ടായി കമ്പനിയിൽ, ജപ്പാനിലെ ഒരു ഹുണ്ടായി കമ്പനി കണ്ണൂർ വന്നിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുന്നു. അവര് ആരെ പരിഗണിക്കുക? ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന ആളെയാണ് അവരെ പരിഗണിക്കുക. കാരണം അവർക്ക് അവരെ പിന്നെ ഈ കസ്റ്റമേഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും ബാക്കി പിന്നെ ആടെയുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ 2 ആഴ്ച 2 മാസം അവർ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അവർക്ക് പറ്റൂല. അത് 2 കൊല്ലം പിന്നെ 10 കൊല്ലം ആയാലും അത് പിന്നെ പഠിപ്പിക്കാൻ അവർക്ക് പറ്റൂല. പക്ഷേ ആടെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ അവർക്ക് പറ്റും. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷനാണ്. നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഒരു 7ാം ക്ലാസ് പഠിച്ചിട്ട് ഉള്ള പഠിപ്പ് നിർത്തിയ ഒരു കുട്ടി ഇന്നിപ്പോ കണ്ണൂർ പോയാലും ജോലിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് പിന്നെ ഏതൊരു സ്ഥലത്ത് പോയാലും നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ഭാഷേന്റെ കൊണ്ട് മാത്രം ജോലിയുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ 10 വിഷയത്തിൽ പിന്നെ ഗ്രാജുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതില്ലെങ്കിൽ നമ്മൾ പിന്നെ അതിന് അടുത്ത പ്രാവശ്യങ്ങളെ വിളിക്കാന്ന് പറഞ്ഞാൽ പോട് മോനെന്ന് അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷനാകട്ടെ പ്രധാനപ്പെട്ടതാണ് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ്. ഇതിപ്പോ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലായി, രക്ഷിതാക്കൾ മനസ്സിലായി. ഞാൻ ഇന്ന് രാവിലെ ഒരു ഇംഗ്ലീഷിന്റെ ഇതേപോലത്തെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ് പിന്നെ ഒരു ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തതാണ്. എന്നിട്ട് ആടെ അവർക്ക് 2 മണിക്കൂർ ക്ലാസ് കൊടുത്തു. ഇതേപോലെ പിന്നെ SLC +2 ആദരിക്കപ്പെട്ട കുട്ടികളാണ്. എന്നിട്ട് കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്വയം നിങ്ങളെ ഇംഗ്ലീഷിന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കുന്നു ചോദിച്ചിട്ട് എത്ര മാർക്ക് അവർ കൊടുത്തെന്നറിയാം? അനക്ക് 5. കുട്ടികളെന്നെ പറഞ്ഞ ആ കുട്ടിക്ക് മാർക്ക് ഞാനും വല്ല പറയാനും കൊടുക്കുന്നല്ല. ഒരു 5 മാർക്കിൻ്റെത് അനക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ കിട്ടിയിട്ടുള്ളൂ എന്നാണ്. 5ഉം 6ഉം അല്ലാന്ന് കുട്ടികൾ സ്വയം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാം കിട്ടി, നമ്മളെ കുട്ടി ഫുൾ A+ ആണ്, കുട്ടിക്കെല്ലാം ആയി എന്ന് നമ്മൾ വിചാരിക്കുന്നത് വെറും പിന്നെ വിഡിത്തരം. കുട്ടിക്ക് വേണ്ടുന്നത് പലതും കിട്ടിയിട്ടില്ല. ഇത് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല വിഷയത്തിലും വേണ്ടുന്ന പലതും കിട്ടിയിട്ടില്ല. അപ്പൊ എന്ത് കിട്ടി എന്ത് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഞാൻ മുമ്പേ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ് നടത്തിയ സമയത്ത് പിന്നെ നമ്മളെ വൻശലിൽ വെച്ചിട്ട് അവിടെ ഒരു പിന്നെ ബോർഡ് വെച്ചു, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് 2 മാസത്തെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് പിന്നെ കുറെ കുട്ടികൾ, ഒരു 50 കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഒരു കുട്ടീന്റെ രക്ഷിതാവ് പറഞ്ഞ ഓൻ ഇംഗ്ലീഷ് എടുത്ത് പഠിക്കുന്ന ഓൻ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള കുട്ടികളെ ഇതെല്ലാം കാണുമ്പോൾ ഇനി പിന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മള് അവര് ഒരാഴ്ച കൊണ്ട് പുതിയ അഡ്മിഷൻ നിർത്തി. അപ്പൊ അതുകൊണ്ട് നമ്മള് രക്ഷിതാക്കൾ വിചാരിക്കും ഓൻ പിന്നെ ഇംഗ്ലീഷ് എടുത്ത് പഠിക്കുന്നതാണ് അല്ലെങ്കിൽ ഇന്ന സ്കൂളിൽ പഠിക്കുന്നതാണ് എന്നല്ല. കാരണം ഞാൻ കണ്ണൂർ കോട്ടയിലെ ഒരു 13 കൊല്ലം ഡ്യൂട്ടിയിലുണ്ടായതാണ്. മിക്കവാറും ഈ മലബാർ ഏരിയയിലുള്ള എല്ലാ സ്കൂളിലുള്ള കുട്ടികളെയും കൊണ്ട് അവിടെ കൊല്ലത്തിന് ടൂർ വരും. ഇങ്ങനെയുള്ള ഗ്രൂപ്പായിട്ട് ടൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബശ്രീയുടെ ആൾ വന്നാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം ഏത് സ്കൂളെന്ന് ഞാൻ ചോദിക്കും. ഇംഗ്ലീഷ് മീഡിയം ചോദിച്ചാൽ ഞാൻ ഇംഗ്ലീഷിൽ അവർക്ക് ക്ലാസ് കൊടുക്കും. അപ്പൊ ക്ലാസ് തുടങ്ങി ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ മലയാളത്തിൽ പറയും ടീച്ചർ പറയും മലയാളത്തിൽ പറഞ്ഞു. കാരണം ഇംഗ്ലീഷ് മീഡിയത്തിൽ പേരേ ഉള്ളൂ. കുട്ടിക്ക് ഇത് പറഞ്ഞാൽ പിന്നെ കേട്ടാലൊന്നും മനസ്സിലാവില്ല. എന്റെ ടൈമും വേസ്റ്റ്, അവരുടെ ടൈമും വേസ്റ്റ്, അവർക്കൊന്നും കിട്ടുകയില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് മിക്കവാറും ഈ മലബാർ ഏരിയയിലുള്ള എല്ലാ സ്കൂളിന്റെയും ഇംഗ്ലീഷ് നിലവാരം എന്താണെന്ന് നേരിട്ട് എനിക്കറിയാം. ചിലപ്പോ ഈ സ്കൂളിലെ പിന്നെ ഇവിടുത്തെ പിന്നെ ഈ ചാലായി സ്കൂളിലെ ടീച്ചർക്ക് ചിലപ്പോ കടച്ചില സ്കൂളിന്റെ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെങ്കിൽ ഇങ്ങനെ ഈ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് മിക്കവാറും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതായതുകൊണ്ട് ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് പിന്നെ അതിന്റെ യഥാർത്ഥ വസ്തു. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി ഇംഗ്ലീഷ് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധ എല്ലാ കുട്ടികൾക്കും പോകണം, രക്ഷിതാക്കൾക്കും പോകണം. നിങ്ങളിനി സ്വന്തം ഇതിപ്പോ നമുക്ക് യൂട്യൂബിലെല്ലാം പഠിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ പിന്നെ പഠിക്കുക. നിങ്ങൾ ഈ ഭാഗത്തുള്ള ഒരു 5-6 ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് അങ്ങനെ ആയിക്കോളും. അല്ലാണ്ട് ഞാൻ ഫുൾ A+ കിട്ടിയ ആളാന്ന് പറയാൻ നമുക്ക് സംസാരിക്കാൻ പറ്റൂല. അതേപോലെ തന്നെ ബുക്ക് വായിച്ചാലും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂല. നമുക്ക് ഇപ്പൊ PT ഉഷാന്റെ ബുക്ക് വാങ്ങിയിട്ട് നമുക്കൊരു ഓട്ടക്കാരനാകാൻ പറ്റുമോ? നമ്മളെന്ത് വേണം? ഓടിയിട്ട് തന്നെ പഠിക്കണം, ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് തന്നെ പഠിക്കണം. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് പഠിക്കുക. നമ്മളൊരു കുട്ടി നടക്കാൻ പഠിച്ച പോലെ ആദ്യം ഒരു 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് കുട്ടി പോവും, പിന്നെ 4 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് കുട്ടി പോവുക, പിന്നെ കുട്ടി നടക്കാൻ പഠിച്ചു. അതുപോലെ
നിങ്ങൾ 2 വാക്ക് പറഞ്ഞിട്ട് 3ാമത്തെ വാക്ക് നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ അന്നേരം അത് മറ്റേയാൾ പറഞ്ഞു കൊടുക്കും, അവിടെ അത് അങ്ങനെയല്ല, അവിടെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ പരസ്പരം നിങ്ങൾക്ക് ആദ്യം ഒരു തെറ്റായിക്കൊണ്ട് പിന്നെ പൊട്ടം ഭാഷയിൽ സംസാരിച്ചും കൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ല നിലയിൽ ഒരു 1-2 കൊല്ലം കൊണ്ട് ഇംഗ്ലീഷ് വളരെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ശ്രദ്ധ എല്ലാവരും വരണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇനി എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.